എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒറോച്ചിമാറും ടീമും സാസുകയുടെ ബോഡി ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരോടി ഓടി ബോഡിയുടെ തൊട്ടടുത്ത് എത്തുമ്പോഴായിരിക്കും അവന്റെ അടുത്തുള്ളത് ആരാണെന്ന് അവര് കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ കബൂട്ടോ. കബൂട്ടോയെ കണ്ട് ഇപ്പൊ എല്ലാവരും ഷോക്കാവും. കബൂട്ടോ പറയും, നിങ്ങളുടെ എല്ലാവരുടെയും ചക്ര പവർ ഞാൻ സെൻസ് ചെയ്തു, അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഉടനെ കരീൻ അവള് ദേഷ്യപ്പെട്ട് പറയും, ഒബീട്ടോ സാസുകയുടെ അടുത്ത് നിന്ന് ദൂരേക്ക് പോ. പക്ഷെ ഒബീട്ടോ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. ഒബീട്ടോ ഒറോച്ചിമാറുവിനോട് ചോദിക്കും, ഒറോച്ചിമാറു നിങ്ങൾ എങ്ങനെ വീണ്ടും ജീവനോട് കൂടെ തിരികെ വന്നു? അതിന് ഒറോച്ചിമാറു ആള് ചിരിക്കും. ഒറോച്ചിമാർ ചോദിക്കും, ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നീ എങ്ങനെ ഇപ്പൊ തിരിച്ചു വന്നു? ഉടനെ സുഗട്സു അവൻ ചോദിക്കും, നീ എന്തിനാ സാസുകയെ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നേ? അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ സാസുകയെ കാണിക്കും. സാസുകയുടെ ബോഡിയിലേക്ക് കബൂട്ടോ അവൻ എന്തോ ഒന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. കരീന ടെൻഷനായി ഇപ്പൊ കബൂട്ടോയുടെ അടുത്തേക്ക് ഓടി വരും. അപ്പോഴായിരിക്കും അവളൊരു കാര്യം ശ്രദ്ധിക്കുക. അവളെ കൊണ്ടിപ്പോ സാസുകയുടെ പവർ അത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കബൂട്ടോ ക്യാഷ്വലായിട്ട് പറയും, സുഗട്സു ഞാൻ ഒരിക്കലും അവന്റെ പവർ അബ്സോർബ് ചെയ്യാനല്ല, മറിച്ച് എന്റെ പവർ കൊടുത്ത് അവനെ നോർമൽ ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരീനയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൾ ആകെ സാഡായി തല താഴ്ത്തി നിൽക്കും. കബൂട്ടോ വീണ്ടും പറയും, എന്റെ ബോഡിയിൽ ആശ്രാമ സെൻസൈയുടെ സെല്ലുകളുണ്ട്, അതുപയോഗിച്ച് സാസുകയുടെ ബോഡിയിലുള്ള പരിക്കുകൾ എന്നെ കൊണ്ട് ഹീൽ ചെയ്യാൻ കഴിയും. ഞാൻ അതാണ് വളരെ സ്പീഡില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാസുകയെ നമ്മൾ തിരികെ പിടിക്കും. അത് കേട്ട് അടുത്ത് കിടക്കുന്ന ടോബുരാമ ആള് പറയും, അതെ കബൂട്ടോ അവനിപ്പോ സാസുകയെ രക്ഷിക്കുകയാണ്. ഒറോച്ചിമാറുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ അങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അപ്പൊ കബൂട്ടോ അവൻ പറയും, നിങ്ങൾ ആരും ഷോക്കാവേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയും നാളും ഹിറ്റാച്ചിയുടെ ആ ലൂപ്പിൽ കിടന്ന് കറങ്ങുമായിരുന്നു. ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞു. എന്റെ തെറ്റുകൾ അത് അഡ്മിറ്റ് ചെയ്തു. ഞാൻ എന്താണെന്ന് എനിക്കിപ്പോ നല്ല ബോധ്യമുണ്ട്. അങ്ങനെയാണ് ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാനിപ്പോ ഇവിടേക്ക് എത്തിയത്. ഒറോച്ചിമാറു ഒരുപാട് കാലങ്ങളായി നിങ്ങൾ എന്നെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ രാവും പകലും എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അവസാനം നിങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ ബ്ലഡും ചുറ്റും ഉണ്ടായിരുന്ന എനിക്ക് ആവശ്യമുള്ളവരുടെ എല്ലാവരുടെയും ബ്ലഡ് കളക്ട് ചെയ്ത് ഞാൻ എന്റെ ബോഡിയിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്തു. പിന്നീട് ഒരു പുതിയ കബൂട്ടോ ആണ് അവിടെ ജന്മം എടുത്തത്. എന്നെ കുറിച്ച് എനിക്ക് പോലും തിരിച്ചറിവില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ ചെന്നുപെട്ടു. പക്ഷെ അവിടെ വെച്ച് ഹിറ്റാച്ചിയാണ് എന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ആരാണെന്നും എന്താണെന്നും എവിടെ നിന്ന് വന്നവനാണെന്നും എന്റെ ലക്ഷ്യം എന്താണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹിറ്റാച്ചി എനിക്ക് കാണിച്ചു തന്നു. അത് ഞാൻ തിരിച്ചറിയും വരെ അവൻ എന്നെ ഒരു ലൂപ്പിൽ അടച്ചു വെച്ചു. ഇപ്പൊ ഞാൻ അത് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ആ ലൂപ്പ് തുറന്ന് ഞാനിപ്പോ ഇവിടേക്ക് എത്തിയത്. ഉടനെ ഒറോച്ചിമാറ് പറയും, ഈസന ജിപ്സു അതൊരു നിസ്സാര ജിപ്സു അല്ല. ഒരാളുടെ തലയെടുത്ത് പോലും മാറ്റാനുള്ള കഴിവ് ആ ഒരു ജിപ്സുവിനുണ്ട്. കബൂട്ടോ വീണ്ടും വീണ്ടും ഇപ്പൊ സാസുകയെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. കബൂട്ടോ അവൻ ഒത്തിരി സാഡായി ഇപ്പോ സാസുകയെ നോക്കും. ഹിറ്റാച്ചിയെയും സാസുകയെയും ഞാൻ തിരിച്ചറിഞ്ഞു. അവരുടെ ലക്ഷ്യം അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. ആ അത് കേട്ട് സുഗട്സു അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ കബൂട്ടോട് പറയും, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നീയാണ് ആ ടോബിയുടെ കൂടെ കൂടി ഇത്രയും വലിയൊരു ഫാറ് പോലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. ഇത്രയും പ്രശ്നം നീ ഒറ്റൊരാളാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് നീ ഇപ്പോ നല്ലവൻ ചമയാണോ? കട്ട് ചെയ്താ ഇവിടെ മാധുരയെ കാണിക്കും. അവന്റെ തൊട്ടു മുൻപില് സാക്ഷാൽ മൈഗൈ. മാധുരയാണെങ്കിൽ ഇപ്പൊ മൈഗയോട് ചോദിക്കും, ഓ റീഎൻഫോഴ്സ്മെന്റിന് നീ ഒറ്റയ്ക്കാണോ വന്നേ? നിന്നെ കഴിഞ്ഞും 10 മടങ്ങ് പവറുള്ളവര് എന്നോട് ഏറ്റുമുട്ടി. അവരെ കൊണ്ട് പോലും എന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. സോ ആ സ്ഥാനത്ത് നീ വെറും ഒരു ഒറ്റയാൾ പോരാളിയായി എന്റെ മുൻപിലേക്ക് വന്നത് വലിയ തെറ്റായി പോയി. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഗാറയും താക്കാഷിയും മിനട്ടോയും അവര് പരസ്പരം പറയും, ഫിസിക്കൽ അറ്റാക്ക് അതിലൂടെ മാത്രമേ മാധുരയെ തോൽപ്പിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ സെൻജിപ്സു, അല്ലെങ്കിൽ മൈഗയുടെ ടൈജിപ്സു. ഇത് മൂന്നും ഉപയോഗിച്ചാൽ മാത്രമേ അവനെ തകർക്കാൻ കഴിയൂ. അതിന് മിനട്ടോ പറയും, എനിക്കിപ്പോ 2 കൈകളില്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ടും സെയ്ജിപ്സു അതുപയോഗിച്ച് എങ്ങനെയെങ്കിലും മാധുരയെ ഞാൻ റെസിസ്റ്റ് ചെയ്തേനെ. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയം ഇവിടെ മൈഗൈ ആളവന്റെ ടൈജിപ്സു അതുപയോഗിച്ച് മാധുരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. അവൻ ബ്ലൂ വേപ്പർ എന്നലറിക്കാറി അവന്റെ 7th ഗേറ്റ് തുറന്ന് അങ്ങനെ നിൽക്കും. 7th ഗേറ്റിന്റെ പവറിൽ ഇപ്പൊ മാധുര പോലും ആടി ഒലയും. ഉടനെ കാക്കാഷി ടീമും ഇപ്പോ മാധുരയുടെ അടുത്തേക്ക് വരും. മൈഗയുടെ പവർ കണ്ട് അവര് പോലും
ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോ ഇവിടെ മൈഗൈ അവന്റെ ടൈജിപ്സുമായി മാധുരയുടെ തൊട്ടടുത്തേക്ക് എത്തി അവനുമായി പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. പക്ഷെ എന്താ ഫൈറ്റിന്റെ അവസാനം മാധുര അവൻ മൈഗയെ തല്ലി തല്ലി താഴെയിടും. ഓൾറെഡി 7th ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവന്റെ കയ്യില് ഇപ്പൊ പവറില്ല. ഒറോച്ചിമാറു അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് റോക്ലി അവൻ ചാടി വീണ് 6th ഗേറ്റ് ഓപ്പൺ ചെയ്ത് മൈഗയെ തൂക്കിയെടുത്ത് അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഉഷാറായിട്ട് ഓടും. മൈഗയാണെങ്കിൽ ശ്വാസം വലിച്ചു വിടും. അതിനുശേഷം ഇപ്പൊ റോക്ലിക്ക് താങ്ക്സ് പറയും. മൈഗൈ ടെൻഷനായി റോക്ലി ടെൻഷൻ എവിടെ? അതിന് റോക്ലി പറയും അവൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരും. മാസ്റ്റർ, നിങ്ങൾ ഹിറുഡറ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്തല്ലേ, അതുകൊണ്ടാണ് നിങ്ങളുടെ പവർ അത് ഇത്രയും പെട്ടെന്ന് ഡ്രെയിനായി പോയത്. കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ മൈഗയുടെ അടുത്തേക്ക് വരും. മൈഗൈ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കയ്യില് ചെറിയൊരു പരിക്ക്. കാക്കാഷി പറയും ആകെയുള്ള പ്രതീക്ഷ നിന്റെ ടൈജിപ്സുവിലാണ്, അതും ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് മൈഗൈ എന്റെ പവർ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, എന്റെ ടൈജിപ്സു അതിനിയും എന്റെ കയ്യിൽ ബാക്കിയുണ്ട്, എന്റെ ലാസ്റ്റ് പവർ അതിപ്പോഴും എന്റെ കയ്യിൽ ബാക്കിയുണ്ട്, അത് ഉറപ്പായിട്ടും ഒരു നേർക്ക് ഞാൻ പ്രയോഗിക്കും. അത് കേട്ട് കാക്കാഷി അവൻ ഷോക്കാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് മൈഗൈ ആള് കാക്കാഷിയോട് പറയും എന്റെ മെയിൻ പവറിന് മുൻപില് നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യ്. കട്ട് ചെയ്താ ഇവിടെ മൈഗൈ അവൻ ഫുൾ പവറില് അങ്ങനെ നിൽക്കാണ്. മിനട്ടോ വിളിച്ചു പറയും മൈഗൈ പ്ലീസ് ദയവ് ചെയ്ത് നിന്റെ ലാസ്റ്റ് ഗേറ്റ് അത് ഓപ്പൺ ചെയ്യരുത്, അങ്ങനെ ചെയ്താ ഒരുപക്ഷെ നിനക്ക് നിന്റെ ജീവൻ പോലും നഷ്ടാവും. പക്ഷെ മൈഗൈ അടിച്ചു പറയും ആരൊക്കെ എന്നെ തടഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പുറകോട്ട് പോവില്ല, എന്റെ ഗ്രാമത്തിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു നിമിഷമാണ്. ലീക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. അതിന് മൈഗൈ പറയും ലീ നിന്റെ മാസ്റ്റർ എന്താണെന്ന് നീ കാണാൻ പോവാണ്, സോ ദൂരത്തിരുന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് അത് വ്യക്തമായി നീ കണ്ടുപഠിക്ക്. ലീക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല, അവന്റെ ഉള്ളില് പേടിയും അത് കൂടി വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ലീയും ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് പൊട്ടിക്കരയുന്ന ലീയോട് മൈഗൈ പറയും നിന്നെ പോലെ തന്നെയായിരുന്നു പണ്ട് ഞാനും, എന്റെ പവർ എന്താണെന്ന് അത് തിരിച്ചറിയാൻ കഴിയാതെ ഞാനും ഇതുപോലെ കരഞ്ഞ് ഒറ്റപ്പെട്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നെന്റെ പവർ തിരിച്ചറിഞ്ഞോ അന്നു മുതൽ ഞാൻ വളരെ ഹാപ്പിയാണ്, സോ അതുകൊണ്ട് നിനക്കും അങ്ങനെ ഒരു സമയം തീർച്ചയായിട്ടും വരും. കട്ട് ചെയ്താ ഇവിടെ മൈഗൈ ആൾ ഒരു സെക്കൻഡ് ഇപ്പൊ അവന്റെ പപ്പയെ കുറിച്ച് ആലോചിക്കും. അക്കാദമിയിൽ പഠിക്കുന്ന സമയം അവന്റെ പപ്പ അവനെയും തോളത്തേറ്റിയാണ് പാസ്സായവരുടെ റിസൾട്ട് അത് നോക്കാനായി നോട്ടീസ് ബോർഡിന് മുൻപിലേക്ക് വരിക. മൈഗൈ ഒരുപാട് തെരഞ്ഞിട്ടും അവിടെയൊന്നും അവന്റെ പേര് കാണാനുണ്ടാവില്ല. അവൻ പൊട്ടിക്കരഞ്ഞ് പപ്പയോട് പറയും പപ്പ എന്റെ പേര് അതുമാത്രം കാണുന്നില്ല. പക്ഷെ പപ്പ വീണ്ടും വീണ്ടും അവനോട് പറയും നീ കാര്യമായിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്യ്, ഉറപ്പായിട്ടും നിന്റെ പേരും ആ ബോർഡിൽ തന്നെ കാണും. അവിടെയുള്ളവരെല്ലാവരും അവിടുന്ന് കടന്നു പോയിട്ടും മൈഗയും അവന്റെ പപ്പയും അവർ രണ്ടുപേരും നിർത്താതെ അവന്റെ പേര് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനെയും അക്കാദമിയിലേക്ക് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ പാവം മൈഗൈ അവന് മാത്രം ആക്സെപ്റ്റ് ചെയ്യില്ല. അവനാണെങ്കിൽ അതിൽ പ്രതിഷേധിച്ച് ഗ്രൗണ്ട് മുഴുവൻ ഓരോ ലാപ്സ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അത് കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പൊ മൈഗയെ നോക്കി കളിയാക്കി ചിരിക്കും. നെൻജിപ്സും ഗെൻജിപ്സും അറിയാത്ത ഇവനെ ഒരു കാരണവശാലും അക്കാദമിയിലേക്ക് ആക്സെപ്റ്റ് ചെയ്യില്ല. മൈഗൈ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അല്പദൂരം ഓടുമ്പോഴേക്കും അവന്റെ കാല് തട്ടി അങ്ങനെ അടിച്ച് താഴെ വീഴും. അത് കണ്ട അവന്റെ പപ്പ ആൾ ഓടി വന്ന് ഇപ്പൊ മൈഗയുടെ മുഖത്ത് ആഞ്ഞടിക്കും. നീ നിനക്ക് സ്വന്തമായിട്ട് സെൽഫ് റൂള് ക്രിയേറ്റ് ചെയ്യാണോ? അത് വളരെ ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഓരോ കോമൺ റൂളുണ്ട്, നീയും അതേ റൂളിലൂടെ തന്നെ വേണം കടന്നു പോവാൻ. അത് കേട്ട് മൈഗൈ ഇപ്പൊ അവന്റെ പപ്പയെ അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കും. പപ്പ പറയും നിനക്ക് നെഞ്ചിപ്സും ഗെഞ്ചിപ്സും അത് രണ്ടുമില്ലെങ്കിലും ഉറപ്പായിട്ടും നിന്നെ കൊണ്ട് അക്കാദമിയിലേക്ക് പോവാൻ കഴിയും. പക്ഷെ അതെങ്ങനെ പോണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നിന്റെ ബ്രഹ്മാണ്ഡ പവർ അത് ടൈജിപ്സു ആണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിന്റെ ടൈജിപ്സുവിന്റെ പവറും നിന്റെ ഹാർഡ് വർക്കും സ്കില്ലും ഒക്കെ കാണിച്ചുകൊണ്ട് ഉറപ്പായിട്ടും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയും. അപ്പോഴായിരിക്കും മറ്റു രണ്ട് ഷിനോബികള് അവിടേക്ക് വരിക. അവരാണെങ്കിൽ ഇപ്പൊ മൈഗയുടെ പപ്പയെ കളിയാക്കാൻ തുടങ്ങും. നീ ഇത്രയും കാലവും വേറൊരു ഗണിയനായിട്ടാണ് ജീവിച്ചത്, സോ അതേ നീയാണോ നിന്റെ മകനെ ഉപദേശിക്കുന്നത്? നീ ഒരു ബിഗ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് അവരിപ്പോ അവിടുന്ന് കടന്നു പോവും. അത് കേട്ട് കലി കയറിയ മൈഗൈ അവനൊരു കല്ലെടുത്ത് അവരുടെ തലയിലേക്ക് വലിച്ചെറിയും. മൈഗൈ ദേഷ്യപ്പെട്ടു പറയും ഒരു കാരണവശാലും എന്റെ പപ്പയെ കളിയാക്കാൻ പാടില്ല, അതുമാത്രം
ഞാൻ സഹിക്കില്ല. അത് കേട്ട് അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കും. അതിനുശേഷം മൈഗയെയും കളിയാക്കി അവനെ അടിച്ച് താഴെയിട്ട് അവരവിടുന്ന് കടന്നു പോകും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. സാക്ഷാൽ കാക്കാഷി അവനങ്ങനെ ചാടി വീണ് ആ ഷിനോബികളെ രണ്ടുപേരെയും ചവിട്ടി താഴെയിടും. അതിനുശേഷം മൈഗയോട് പറയും, ഇത്രയും നേരവും ഇവര് കളിയാക്കിയത് നിന്റെ പപ്പയാണ്, എന്നിട്ടും അവർക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അലക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, കഷ്ടം. മൈഗയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. അവനിപ്പോ കാക്കാഷിയെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.